ഹലോ ഗൈസ്, என்ன இன்க்ளூட் பண்ணாத உருளைக்கிழங்கு பொரிச்சிருக்காங்க. அந்த அளவுக்கு வளரல. അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ്. ഹലോ ഗൈസ്, ഇപ്പം മഴയത്തൊരു കുട്ടി ബ്ലോഗാണ്. പക്ഷേ അപ്പൂസും ഞാനും കുടയും എല്ലാം എൻ്റെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ചാണ് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ക്ഷമിക്കുക, വേറെ ആരും സഹായത്തിനില്ല. സെൽഫ് ബ്ലോഗ് വിത്ത് അപ്പൂസ് അല്ലേ അപ്പൂസേ? രമണീയ താറാവും കോഴിയും എല്ലാം കൂടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വീടും ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രണ്ട് വ്യൂ എടുത്ത അപ്പൂസ് നനയും. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് വ്യൂ എടുക്കാത്തത് നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ നോക്കട്ടെ, ഫ്രണ്ട് വ്യൂ ചിലപ്പം നിങ്ങൾക്ക് വേണ്ടി കണി ഇവിടെ അപ്പൂസേ കാക്ക കാക്കയെ പറഞ്ഞപ്പോൾ നോക്കാൻ അറിയാം. അപ്പൂസേ മഴ കൊള്ളാവൂ? മഴയ്ക്ക് കുറച്ചുകൂടെ നടന്നാലോ? വേണ്ടി നടക്കണോ? വേണ്ടി കുറച്ചും കൂടെ വളർന്നില്ലെങ്കിൽ ഗൈസ് ഇത് കൊച്ചിനെ നനപ്പിക്കാൻ. പക്ഷെ ഇപ്പം നനപ്പിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നല്ല ഇടി കിട്ടും. എൻ്റെ അമ്മയുടെയും കിട്ടും, ഇവളുടെ അമ്മയുടെയും കിട്ടും. സോ അതുകൊണ്ട് ഇപ്പം നനപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നനപ്പിക്കാതെ തന്നെ കുറച്ച് ചുറ്റാം അല്ലേ പക്ഷേ? അവൾ വെള്ളം ഒഴുകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ മെയിൻ പരിപാടി അല്ലേടി? കാക്ക എവിടെ? കാക്ക 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 കാക്കയെ കണ്ട് പേടിച്ചു ഞങ്ങള്. കാക്ക ഭയങ്കര ഇഷ്ടമാണ്, കണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അല്ലേ അപ്പൂസേ? എവിടെയെങ്കിലും പോയാലും പക്ഷെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മേനെ ഇടി തരും, കത്തിയോട് തരും, സീരിയസ്ലി തരും. അമ്മ ഏതെന്ന് പറഞ്ഞാൽ അമ്മ നോക്കാൻ അറിയാം വളരെ. രണ്ടുപേരും കൂടെ, അതായത് ഞാനും അപ്പൂസും ഒരുമിച്ചുള്ള ഒരു മോഡുണ്ട്. ആക്ച്വലി അൾട്രയിൽ ഒരു മോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. വെയിറ്റ്, ഈ കുടമൊന്ന് പിടിച്ചിരിക്കുമോ? കുടയൊന്ന് പിടിച്ചിരിക്കുമോ പ്ലീസ്? ആ പിടിച്ചോ. അപ്പം ഇതൊന്നും എടുക്കോട്ടെ വീഡിയോ. പിടിച്ചിരിക്കോ? അങ്ങനെ പിടിച്ചിരിക്കോ കൂടാ? അങ്ങനെ പിടിച്ചിരിക്കോ നീ? ഇവിടെ നോക്കൂ. ഞാൻ രണ്ട് മോഡും കൂടെ ഉള്ള ആ സാധനം പറ്റുമോ നോക്കട്ടെ. കുടവിടല്ലേ, നനയും. ഗൈസ്, ആ മോഡുണ്ട്, പൊളി. അപ്പോൾ ഞാനും അപ്പൂസും കാണും, ബാക്കിലെത്തുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊള്ളല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതായത് നമുക്ക് ബാക്ക് വീഡിയോയും കാണാം, അറ്റ് ദ സെയിം ടൈം ഇതും കാണാം. ഇതെന്തോ പാനോരമ സിനിമാറ്റിക് എന്തോ സാധനമാണ്. പക്ഷേ കൊള്ളാമല്ലേ? ബാക്കിലത്തെ അപ്പം നടക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. ബാക്കിലത്തെയും കാണാൻ പറ്റും, നനയും കാണാവും. ആദ്യമായിട്ടാണ് എൻ്റെ ഫോണിനെ ഞാൻ മഴ നനയിപ്പിക്കുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. കാരണം വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടോ, ക്യാമറയിൽ വെള്ളം വീണു, അത് ക്ലിയറായി, ശരിയായെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള ആ വഴി. മഴ പെയ്യുമ്പം കാണാൻ നല്ല രസം അല്ലേ? ഇതിൻ്റെ അപ്പുറം തോടാണ്. അതുവരെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തോടാണ് കഴിച്ച്. അവിടെ ഫുള്ള് നിങ്ങൾക്ക് തോടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കൂടെ അപ്പൂസിനെയും കാണാൻ പറ്റും അല്ലേ അപ്പൂസേ? ഇതൊക്കെ തൊപ്പിയാണ് നല്ലത് കുടയേക്കാവില്ല, സത്യം. വാഴത്തോട്ടം കൂടെ കാണിച്ചു കൊടുക്കാം. അവിടെ ആരാ? അവരെ വിളിച്ചു പോലെ തോന്നി. ആരും വിളിച്ചില്ല. നമുക്ക് വാഴത്തോട്ടം കൂടെ കാണാം. വാഴത്തോട്ടം കൂടെ കാണുമ്പം പരിപാടി സെറ്റാവും കേട്ടോ. കുളിപ്പിക്കായിരുന്നു, പക്ഷേ റിസ്ക്കാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ വല്ലതും പനി വല്ലതും വരുമെങ്കിൽ എന്നെ ഇവിടെ രണ്ടമ്മമാരും കൂടെ വെട്ടിക്കീറും. സോ വേണ്ട, എന്തിനാ വെറുതെ ഞാനായിട്ട് വള്ളി പിടിച്ച് വാങ്ങുന്നേ ഇല്ലേ പക്ഷേ?
ഞാൻ കുറച്ചുകൂടെ നടന്നിട്ട് ഈ വ്ലോഗ് അവസാനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ശരിയാവൂല. കാരണം അമ്മമാരെല്ലാം കൂടെ തന്നെ വെട്ടിക്കീറും. ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ കൊണ്ട് അകത്ത് കയറും. നമ്മൾ ത്രില്ലിൽ അങ്ങനെ പോകും അല്ലേ പൂച്ചേ? നമുക്ക് ത്രില്ലൊന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ. ആരോ വിളിച്ചു, ഇവിടുന്ന് കോൾ വന്നായിരുന്നു. ആ കോളിൻ്റെ കൂടെ നോക്കിട്ട് പോവായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സിനിമാറ്റിക് മോഡും കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. കാരണം വീട്ടിൽ നിന്ന് കോൾ വന്ന് ഇടിയിട്ടുള്ള പരിപാടിയായെന്ന് തോന്നുന്നു. ബൈ ബൈ. അപ്പുറത്ത് അംഗൻവാടിയാണ്, അപ്പം പിള്ളേരെല്ലാം അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മഴ കുറച്ച് ഇറങ്ങി അല്ലേ പൂച്ചേ? നന്നില്ലേ? ഓക്കെ, ഞാൻ അമ്മയെ കാണാൻ പോകും. അമ്മ എന്തോ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ബാക്കപ്പ് ഓൺ ചെയ്യാം. അടുക്കള അലങ്കോലമാണ് ഗൈസ്, അല്ലേ അപ്പൂസേ? എന്നെ പண்றீங்க? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മഴയിൽ കളിക്കാൻ പോയതാ. പറയും, താങ്കളുടെ അഭിപ്രായം പറയും. എന്തിരി ഫുഡ് റെഡി ആയോ? അച്ഛൻ്റെ മോളും വിശക്കുന്നുണ്ട്. മഴ കഴിഞ്ഞു ഞങ്ങൾ വിശക്കുന്നുണ്ട്. എന്താണ്? ബീൻസ് അല്ല, പയർ. ബീൻസ്. പണ്ടോ அலங்கோலமா கிடக்கு சார். என்ன கேட்கல? அலங்கோலமா இருக்கு. അലങ്കോലമാ ഇരിക്കുന്ന നല്ല ഇരിക്കണം. നമുക്ക് ഇവിടെ ഇപ്പുറത്തൂടെ ഗ്യാസിൽ എന്തോ കൊട്ട്. ഞങ്ങളുടെ അടുക്കളയെല്ലാം ഇങ്ങനെയാണ്, അലങ്കോലമായിട്ടാണ്. അവധി ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്, ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ പാടുള്ളത്. എനിക്ക് പിന്നെ തലയ്ക്ക് പ്രാന്തായോണ്ട് ഞാൻ എല്ലാം ചെയ്യും. ഇതാണ് അംഗൻവാടി. ഇപ്പുറത്ത് അംഗൻവാടിയാണ്. ഇവിടെ പിള്ളേരുണ്ട്, പക്ഷെ മഴയത്ത് ആയതുകൊണ്ട് പുറത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. என்ன இன்க்ளூட் பண்ணாத. ചുമക്കുന്നുണ്ട്. இது போமா இருக்கு போய். എന്താ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കരിഞ്ഞു പോയി. എന്താ പറ? ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കരിഞ്ഞു പോയി. ഉറക്കെ പറ, കേട്ടില്ലേ ഇതില്? അപ്പൂച്ച പറയാൻ പറ, ഉറക്കെ പറ. അപ്പൂച്ച എന്തോ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് കരിഞ്ഞു പോയി. മറ്റേ ജപ്പാനീസ് സ്റ്റൈലിൽ ഒരുത്ത ഉണ്ടല്ലോ, ഉപ്പിടുന്ന സ്റ്റൈൽ, അതുപോലെ ഇടാവോ? അടുത്ത വീഡിയോ ഷൂട്ട് பண்ணாதன்னு சொன்னேன். ആഹാ, ശരി ശരി ഗൈസ്. കുക്ക് ചെയ്യണ വീഡിയോ ഇടാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പക്ഷെ ഞാനിടും. ഓക്കെ ബൈ. നീ വിട്. നീ എന്തിനാ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്? പിടിച്ചിട്ടുണ്ട്. ശബ്ദം കേൾക്കരുത്. ബൈ. അടുക്കള വീഡിയോ ഇടാൻ വേണ്ടി പെർമിഷൻ നമുക്ക് റദ്ദ് ചെയ്യപ്പെട്ടെന്നാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ബൈ. പക്ഷെ ഷൂട്ട് ചെയ്ത് വരെ ഞാൻ ഇട്ടിരിക്കും. ബൈ 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 ബൈ. ടാറ്റാ. അപ്പൊ ഇവിടെ നോക്കി. ടാറ്റാ. അവള് കഥ അടച്ച കളിക്കുകയാണ്. അടച്ച കഴിഞ്ഞ. ശരി ബൈ.